കണ്ണിന് കാഴ്ചമങ്ങലുണ്ടോ? കണ്ണിൻ്റെ കാഴ്ചമങ്ങൽ ഉണ്ടെങ്കിലല്ലോ കണ്ണിൻ്റെ കാഴ്ചശക്തി വർദ്ധിക്കാനൊക്കെയായിട്ടും കണ്ണിൻ്റെ ഞരമ്പുകളുടെ പ്രവർത്തനത്തിനൊക്കെ വളരെ നല്ലതാണ്. ഈ ക്യാരറ്റ് ഇതുപോലെ ഒന്ന് കഴിച്ച് നോക്കട്ടോ. നിങ്ങൾ ആഴ്ചയിൽ 2-3 തവണ ഇങ്ങനെ കഴിക്കുകയാണെങ്കിൽ വേറെ സൈഡ് എഫക്റ്റും ഇല്ല. നമുക്ക് കണ്ണിൻ്റെ ഞരമ്പുകൾക്ക് വളരെ നല്ലതാണ്. അപ്പോൾ കാഴ്ചമങ്ങലൊക്കെ ഉള്ളവരൊന്ന് കഴിച്ച് നോക്കട്ടോ. അപ്പോൾ ഇതുപോലെ ഒരു ക്യാരറ്റ് എടുക്കുക. ഈ ക്യാരറ്റിൻ്റെ ഫുൾ എടുക്കണ്ട കേട്ടോ. ഒരു ക്യാരറ്റിൻ്റെ പകുതി എടുത്താൽ മതി. പകുതി എടുത്തിട്ട് തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് ഇതുപോലെ ഒന്ന് ചീമ്പി എടുക്കണം കേട്ടോ. ഈ ക്യാരറ്റ് ഇതുപോലെ കഴിക്കുന്നുണ്ടല്ലോ, രാത്രി കാഴ്ചമങ്ങലൊക്കെ ഉള്ള വ്യക്തികളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അവർക്കൊക്കെ ഇതിങ്ങനെ കഴിക്കുന്നത് നല്ലതാണ്. ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചീമ്പി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ടതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് ചെറുനാരങ്ങയുടെ നീരൊന്ന് പിഴിഞ്ഞെടുത്ത് വയ്ക്കാം. ചെറുനാരങ്ങ വൈറ്റമിൻ സി ഉണ്ട്. അപ്പം ഇത് വൈറ്റമിൻ സി ഉള്ളതുകൊണ്ട് തന്നെ ഉണ്ടല്ലോ നമ്മുടെ ഈ കണ്ണുകളുടെ ഒക്കെ ഞരമ്പിൻ്റെ കാര്യത്തിന്, കണ്ണിൻ്റെ ചില ആളുകളുടെയൊക്കെ കണ്ണിൻ്റെ ഞരമ്പിൻ്റെ ഒക്കെ പ്രോബ്ലം ഉള്ള ആളുകളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ ഈ കണ്ണിൻ്റെ ഞരമ്പുകൾ ചുരുങ്ങുന്നത്, അതുപോലെ തന്നെ കണ്ണിൻ്റെ ഞരമ്പുകൾക്ക് നല്ല പ്രവർത്തനത്തിനൊക്കെ ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിക്കാനൊക്കെ ആയിട്ടും വൈറ്റമിൻ സി നല്ലതാണ്. അപ്പോൾ ഈ നമ്മുടെ ചെറുനാരങ്ങയിൽ നല്ല രീതിയിൽ വൈറ്റമിൻ സി ഉണ്ട്. അപ്പം ഈ നമ്മുടെ ചീമ്പി വെച്ചേക്കുന്ന ക്യാരറ്റിലേക്ക് ചെറുനാരങ്ങയുടെ ഒരു ഹാഫ് എടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് പിഴിഞ്ഞെടുത്ത് നീര് പിഴിഞ്ഞെടുത്ത് വയ്ക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതിനകത്തേക്കുണ്ടല്ലോ ഒരു നുള്ള കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇതിങ്ങനെ കഴിക്കുന്നതും നല്ല രീതിയിൽ നമുക്ക് കണ്ണിൻ്റെ ഞരമ്പിൻ്റെ ഒക്കെ പ്രവർത്തനത്തിന് വളരെ നല്ലതാണ്. ഒരു നുള്ള കുരുമുളക് പൊടി കേട്ടോ. ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഒരു നുള്ള മഞ്ഞളുടെ പൗഡർ കൊണ്ട് ചേർക്കുകയാണെങ്കിൽ ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിക്കാനൊക്കെ ആയിട്ട് നല്ലതാണ്. അപ്പോൾ ക്യാരറ്റ് ആണെങ്കിലും ചെറുനാരങ്ങയൊക്കെ ആണെങ്കിലും ഇതിങ്ങനെ കഴിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് രണ്ട് രീതിയിൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പം ഒന്ന്, നമുക്ക് ചില ആളുകൾക്കൊക്കെ രാത്രി ഓർക്കക്കുറവും അങ്ങനെയുള്ള ആളുകളുണ്ട്. അതുപോലെ ചില ആളുകൾക്ക് കൂർക്കം വലിയൊക്കെയുള്ള ആളുകളൊക്കെ ഉണ്ട്. അപ്പം ഈ ചെറുനാരങ്ങ നിങ്ങൾ വേറൊരു രീതിയിലും കൂടെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ 2 ടിപ്സായിട്ട് ഇതിനകത്ത് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് കണ്ണിൻ്റെ ഞരമ്പിൻ്റെ ആരോഗ്യത്തിന് കാഴ്ചയ്ക്കുമാണ് ഇങ്ങനെ കഴിക്കുന്നത് കേട്ടോ. അപ്പം ഇത് ആഴ്ചയിൽ ഒരു 1-2 തവണ നിങ്ങൾ ഇങ്ങനെ കഴിക്കുകയാണെങ്കിൽ കുട്ടികൾക്കും കൊടുക്കാം. കണ്ണിൻ്റെ പവർ വർദ്ധിക്കാനൊക്കെ ആയിട്ട് നല്ലതാണ്. അപ്പോൾ ഇതിങ്ങനെ ഒന്ന് കഴിച്ച് നോക്കാം കേട്ടോ. ഇനി നമുക്ക് വേറൊരു രീതിയിൽ ചെറുനാരങ്ങ ഇതുപോലെ നിങ്ങളൊന്ന് കഴിച്ച് നോക്ക്. ഇത് രാത്രി കൂർക്കം വലിയുള്ള ആളുകൾക്ക് വളരെ നല്ലതാണ്. അലർജി, തുമ്മൽ അങ്ങനെയുള്ള ആളുകൾക്ക്, ചെറിയ രീതിയിലൊക്കെ ഇങ്ങനെ ശ്വാസം മുട്ടും ഒക്കെ ഉള്ള ആളുകൾക്കും നിങ്ങളൊരു രാത്രി ടൈമിൽ ഇങ്ങനെ കഴിച്ചിട്ട് കിടക്കുകയാണെങ്കിൽ കൂർക്കം വലി മാറാൻ വേണ്ടിയിട്ട് നല്ലതാണ്. അത് മാത്രമല്ലാണ്ട് ശ്വാസതടസ്സവും മൂക്കടപ്പൊക്കെ ഉള്ളവർക്ക് നല്ലതാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതുപോലെ ഒരു ചെറുനാരങ്ങയുടെ ഒരു പകുതി എടുത്തിട്ട് ഇതുപോലെ നിങ്ങൾ പിഴിഞ്ഞെടുത്ത് ഒഴിച്ചിട്ട് നമുക്ക് അതിനകത്തേക്ക് ഒരു നുള്ള മഞ്ഞളിൻ്റെ പൗഡർ കേട്ടോ, ഒരു നുള്ള മഞ്ഞളിൻ്റെ പൊടിയും അതിനകത്തേക്ക് ഒരു നുള്ള കുരുമുളക് പൊടി, അലർജി തുമ്മലൊക്കെ ഉള്ളവർക്ക് വളരെ നല്ലതാണ്. എന്നിട്ട് ഒരിത്തിരി ഉപ്പിട്ടോ, നമുക്ക് കയ്യിൽ ഒരു നുള്ള ഉപ്പിട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നല്ല ചൂടുള്ള വെള്ളം, അത്യാവശ്യം നമുക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ചൂടുള്ള വെള്ളം ഇതിലേക്ക് എടുത്ത് ഒഴിച്ചിട്ട് നല്ല രീതിയിൽ ഒരു മഞ്ഞൾ വെള്ളം പോലെ ചെറുനാരങ്ങയായിട്ടുള്ള വെള്ളമാക്കി എടുക്കുക. ഇത് നിങ്ങൾ കൂർക്കമലിയൊക്കെ ഉള്ള ആളുകൾ രാത്രി കഴിച്ചിട്ട് കിടക്കുകയാണെങ്കിൽ കൂർക്കമലി മാറാനൊക്കെ ആയിട്ട് നല്ലതാണ്. ശ്വാസതടസ്സം മാറും. അലർജി തുമ്മലൊക്കെ ഉള്ളവർക്ക് കഴിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇത് ആഴ്ചയിൽ 2-3 ദിവസമൊക്കെ അടുപ്പിച്ച് ചെയ്യുവാണെങ്കിൽ നമുക്ക് ശരീരത്തിന് നല്ല രീതിയിൽ രോഗപ്രതിരോധ ശേഷി കിട്ടാനൊക്കെ ആയിട്ടും കണ്ണിൻ്റെ കാഴ്ചയ്ക്കും പവറിനൊക്കെ വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നല്ലൊരു വീഡിയോ വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ഹെയർ കെയർ ടിപ്സ്, അതുപോലെ തന്നെ റെമഡി, ബ്യൂട്ടി ടിപ്സിനൊക്കെ ആയിട്ട് ഈ ഒരു പേജ് ഫോളോ ചെയ്യാത്തവരല്ല കൊണ്ട് ഒന്ന് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്തിട്ട് പോകാൻ മറക്കില്ല കേട്ടോ. ബൈ.